ഞാൻ മജീദാണ്. ഞാൻ വീടിൻ്റെ തേപ്പ് പടവെടുക്കുന്ന ആളാണ്. പക്ഷേ ഇന്ന് ഞാൻ ലീവാണ്. ഈ ലീവിൻ്റെ കാര്യം ഞാൻ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൻ്റെ മുന്നേ 2-3 കാര്യം നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഞാൻ 28 കൊല്ലമായി ഈ മേഖലയിൽ പണിയെടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പടവിൻ്റെ പണിന്ന് ഫസ്റ്റ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ വെറും തേപ്പ് കൂടി പോയി. അങ്ങനെ തേപ്പ് ഞാൻ ഒരു 10-12 കൊല്ലം ഞാൻ തുടരെ തേപ്പിൻ്റെ വർക്ക്. അതിൽ ബംഗാളികളുണ്ടായിരുന്നു, നമ്മളെ മലയാളീസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പാടെ കൂടിയാണ്ടായിരുന്നു ഞാൻ തേപ്പിൻ്റെ പണി എടുത്തത്. ഇപ്പോൾ ഈ കൊറോണ അതേമാതിരി നോട്ട് നിരോധനം വന്ന ശേഷം ഏച്ചാൽ ഈ മേഖല ആകെ പുടുത്തം പുട്ടുകയാണ്. പുടുത്തം പുടാൻ കാരണം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അന്യസംസ്ഥാന തൊഴിലാളികളെ ഞാൻ കുറ്റം പറയല്ല. കാരണം അവരെ വെച്ചുകാണ്ട് ചില ഏജൻറ്റുമാർ എന്ന് വെച്ചാൽ വേർപ്പ് പൊട്ടിക്കാത്ത ചില ഏജൻറ്റുമാർ അവരെ വെച്ചുകാണ്ട് പൈസ ഉണ്ടാക്കുന്ന ഏജൻറ്റുമാരാണ്. അവരെന്നിട്ട് പറഞ്ഞ് നടക്കുകയാണ് മലയാളീസ് ഫുള്ള് മടിയന്മാരാണ്. മലയാളീസ് മടിയുള്ള ആൾക്കാരുണ്ട്, അതില്ല അറിയണില്ല. കാരണം ഒരാഴ്ചയിൽ 1-2 പണിയെടുത്തുകാണ്ട് അത് ഓൽക്കാണെന്ന് വെച്ചാൽ കൂലി 1200, 1300, ഹെൽപ്പർക്ക് 900, 1000 അങ്ങനെ പണിയെടുക്കുന്ന മലയാളീസ് ഉണ്ട്. അത് പറഞ്ഞാൽ 100-ൽ 20% പണിക്കാർ മാത്രമാണ് അങ്ങനെ മടിയുള്ള ആൾക്കാർ. പക്ഷേ മടിയില്ലാത്ത ഒരുപാട് മലയാളീസ് ഇപ്പോൾ പണിക്കാരുണ്ട്. എന്നെപ്പോലെ മടിയില്ലാതെ പണിയെടുക്കുന്ന ആൾക്കാരെ കൂലി ഞാൻ പറഞ്ഞു തരാം. അത് കല്ലിന് കരാറായാലും ഇനി തേപ്പ് ചെറിയ റേറ്റിന് എടുത്തിട്ടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ട് ഇനി കൂലിപ്പണി ആയാലും ഞങ്ങൾ ചിലവില്ലാതെ മേശരിക്ക് 1000, അതേമാതിരി ഹെൽപ്പർക്ക് 800 അല്ലെങ്കിൽ 850 ഈ കൂലിക്കാണ് പണിയെടുക്കുന്നത്. എന്ന് വെച്ചാൽ 100-ൽ 80% മലയാളീസും ഈ കൂലിക്കാണ് പണിയെടുക്കുന്നത്. അതിൽ 20% മലയാളീസ് മാത്രമാണ് ഹെൽപ്പർക്ക് 900 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ മേശരിക്ക് 1200, 1300 അവരാണ് ഞങ്ങളെപ്പോലുള്ള മലയാളീസിനെ പറയിപ്പിക്കുന്നത്. പിന്നെ ബംഗാളീസിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഈ ബംഗാളീസിന് തന്നെ ഇപ്പോൾ ചെറിയ റേറ്റിന് വീടിൻ്റെ തേപ്പ് എടുക്കാൻ കാരണം അവർക്ക് ഇവിടെ പണി കിട്ടൂല എന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് അവരും കൂലി ഒപ്പിച്ചെന്ന് പറഞ്ഞാൽ ഈ രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ട് രാത്രി 8 മണി 9 മണി വരെ പണിയെടുത്തിട്ടാണ് അവർ കൂലി ഒപ്പിച്ചത്. കാരണം ഞാൻ അവരോട് ഈ നേരം വൈകിട്ട് ഞാൻ അവരോട് ചോദിച്ചിരിക്കണ്. അപ്പോൾ അവരെ എന്നോട് പറഞ്ഞത് അത് ഞങ്ങൾക്ക് പണിക്കൂലി ഒക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ നേരം വൈകി പണിയെടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരിക്കണ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടാൽ മതി. എൻ്റെ മൊബൈൽ നമ്പർ ഏതെങ്കിലും വീഡിയോസിൽ എൻ്റെ നമ്പറുണ്ട്, ആ നമ്പർക്ക് വിളിച്ചാണ്ട് എന്നെ വന്ന് കണ്ടാൽ മതി. ഞാൻ ഇതേമാതിരി പണിയെടുക്കുന്ന ബംഗാളീസിനൊക്കെ കാണിച്ചു തരാം. അവർ പറയും അവരുടെ സങ്കടം. കാരണം അവർക്കും തന്നെ കൂലി വെക്കണമൊന്നുമില്ല. ചെറിയ റേറ്റിന് കരാറെടുക്കണ ബംഗാളികളെ ഒരവസ്ഥയുടെ ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഞാൻ ഇന്നത്തെ കാര്യം പറഞ്ഞുതരാം. ഇന്ന് ഞാൻ രാവിലെ ഞാൻ പണിക്കിറങ്ങിയതാണ്. അപ്പോൾ എൻ്റെ ഹെൽപ്പർക്ക് ഇന്നലെ പണിയെടുത്തപ്പോൾ ഈ കല്ലുമെന്ന് അവൻ്റെ കാല് തെറ്റിക്കാണ്ട് അവൻ്റെ കാലിൻ്റെ പടം മറിഞ്ഞിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞു മജീദ് എൻ്റെ കാല് ഭയങ്കര വേദനയുണ്ട്, നീരുണ്ട്, അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകുകയാണ് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് വെച്ചാൽ ലീവ് ആയിക്കോ എന്ന് പറഞ്ഞു. ഞാനിന്ന് ഇന്ന് ഞാൻ അവിടെ ലീവാക്കണില്ല. എന്നുവെച്ചാൽ അവിടെ ലീവാക്കി കഴിഞ്ഞാൽ ആ പെരക്കാർക്ക് ആ കരുതിയ ടൈമിൽ അതിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയൂല. അതിലിന്ന് ഞാൻ കാളിയെ പോയിങ്ങാണ്ട് 2-3 ബംഗാളികളെ ഹെൽപ്പർ പണിക്ക് ഞാൻ വിളിച്ചു. അപ്പോൾ അവർ ഇന്ന് എന്നോട് എന്താ പറഞ്ഞത് 850 ഉറുപ്പിയും അതേമാതിരി ഫുഡും വേണം, അതേമാതിരി ഓല കൊടുങ്ങാണ്ട് അവിടെ കൊണ്ടേക്കും വേണം. കാരണം ഈ മേഖലയിൽ മലയാളീസ് ഹെൽപ്പർമാരെ കൂലി പറഞ്ഞാൽ ചിലവില്ലാതെ 800 ഉറുപ്പ്യാണ്. അപ്പോൾ ആലോചിച്ചാൽ മലയാളീസിന് ചിലവില്ലാതെ ഹെൽപ്പർക്ക് 800, ഈ ബംഗാളികൾക്ക് വെച്ചാൽ ചിലവ് കഴിച്ചങ്ങാണ്ട് 850 അല്ലെങ്കിൽ 900, പിന്നെ ഓല കൊടുങ്ങാണ്ട് കൊണ്ടേക്കണം. അപ്പോൾ ആരാണ് നമ്മുടെ കേരളത്തിൽ കൂലി കമ്മിയാക്കിയാണ്ട് ഇപ്പോൾ പണിയെടുക്കുന്നത്? ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മളെ മലയാളീസ് മാത്രമാണ് ഈ 100-ൽ 80% മലയാളീസ് മാത്രമാണ് അവനാൻ്റെ കുട്ടികളെയും അവനാൻ്റെ കുടുംബത്തിനെയും നോക്കാൻ വേണ്ടി ഈ ചെറിയ കൂലിക്ക് പണിയെടുക്കുന്നത്. എന്നുവെച്ചാൽ ബംഗാളികൾ ഈ വീടിൻ്റെ തേപ്പ് മാത്രമാണ് ചെറിയ റേറ്റിന് ഇപ്പോൾ പണിയെടുക്കുന്നത്. അല്ലാതെ അവരെ പണിക്ക് വിളിക്കുകയെന്ന് വെച്ചാൽ അവർക്ക് പള്ളറച്ച് കൂലി കൊടുക്കണം. അവരെ രാവിലെ 8-8:30 വന്നു കഴിഞ്ഞാൽ 5 മണിയാകുമ്പോഴത്തേന് അവർ പണിയാറി പോവുകയും ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ.
ഫ്രണ്ട്സുമാർ ചെറിയ റേറ്റിന് തേപ്പ് എടുത്തിട്ട് പണിക്കൂലി ഒക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ ഈ പടവ് സബ് എടുക്കലാണ്. അപ്പോൾ ഞാൻ അറിയുന്ന കോൺട്രാക്ടർ ഉണ്ട് എന്ന് വെച്ചാൽ മാന്യമായ റേറ്റിനാണ് അദ്ദേഹം കരാറെടുക്കൽ. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പണി ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ ഇതിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കണേ. അപ്പോൾ എനിക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കോൺട്രാക്ടറെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് തമാശ അറിയില്ല, നിങ്ങൾക്കും ആ കോൺട്രാക്ടർക്കും ഒക്കണേ മാന്യമായ റേറ്റിനാണ് ഇനി മൊത്തം കരാറായാലും അല്ലെങ്കിൽ ഇനി കൂലിക്കരാറായാലും അദ്ദേഹം എടുക്കൽ. ഓക്കെ, അപ്പോൾ ഈ നമ്പറിലോട്ട് വിളിച്ചോളൂ.